രണ്ട് ഷേപ്പിലുള്ള മീമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മുസ്ഹഫിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അപ്പൊ എഴുത്തിൽ ആദ്യം നോക്കുക. ഈ മീമ് ശരിക്കും എന്താണ്? നമ്മുടെ ഇടതോട്ടാണ്, അതായത് വല്ലാതെ താഴോട്ട് അത് വന്നിട്ടില്ല, നമ്മുടെ ഇടത് ഭാഗത്തോട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ മീമ് ശരിക്കും എന്താണ്? അതിന്റെ വാല് താഴോട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ മീമ് വഖഫിന്റെ അടയാളമാണ്, വഖഫുൽ ലാസിമിന്റെ ഒരു അടയാളമാണ് ഈ മീം. അതായത് ആയത്തൊന്നും അവസാനിക്കുന്നുണ്ടാവില്ല, നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആയത്തിന്റെ ഇടയിലാണ് ഈ മീമ് കാണുക. അപ്പൊ നമ്മൾ അവിടെ വഖഫ് ചെയ്യുക എന്നുള്ളത് ലാസിമാണ്, അനിവാര്യമാണ്. തൊട്ടടുത്ത ഭാഗവുമായിട്ട് ചേർത്തോതുമ്പോൾ ആയത്തിലോ ആശയത്തിലോ വ്യത്യാസം വന്നേക്കാം എന്നതാണ് അതിന്റെ കാരണം. സൂറത്ത് യാസീൻ 76-ാമത്തെ ആയത്ത്, ഫലാ യഹ്സുൻക ഖൗലുഹും, ഖൗലുഹും എന്നുള്ളതിന്റെ മുകളിലായിട്ട് ഈ മീമ് കാണാം. അപ്പൊ നമ്മൾ എന്താക്കണം? അവിടെ നിർത്തണം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഇനി രണ്ടാമത്തെ മീം ഇഖ്ലാബിന്റെ അടയാളമാണ്. നമ്മളത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം, തൻവീൻ എന്ന് പറഞ്ഞാല് അൻ ഇൻ ഉൻ, തൻവീനു ശേഷം ബ വന്നു കഴിഞ്ഞാൽ ഈ സാക്കിനായ നൂനെയും തൻവീനെയും നമ്മൾ മീമാക്കി ഉച്ചരിക്കണം. സൂറത്തുൽ ബലദ് 2-ാമത്തെ ആയത്ത്, വഅൻത ഹില്ലുൻ ബി, ഹില്ലുൻ പ്ലസ് ബി ആണ്. ഹില്ലുൻ എന്നുള്ളത് തൻവീനാണ്. ആ തൻവീൻ നമ്മൾ അവിടെ അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. പകരം എന്താക്കണം? ആ തൻവീനെ നമ്മൾ മീമാക്കണം. ഹില്ലുൻ ബിഹാദൽ ബലദ് വഅൻത ഹില്ലുൻ ബിഹാദൽ ബലദ്. അപ്പൊ ഈ രണ്ടാമത്തെ മീം ഇഖ്ലാബിന്റെ അടയാളമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മുസ്ഹഫ് എടുത്തിട്ട് നോക്കുക.